അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമാനുമാണ്. ഞാൻ ഇന്ന് തൃക്കൈപ്പറ്റിയിലുള്ള വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നമ്മുടെ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീട് വർക്കിന്റെ തള്ള് 68 വീടാണ് ഇവിടെ ഇപ്പോൾ പണി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം പല വീടും വാർപ്പ് കഴിഞ്ഞു. 35ഓളം വീട് വാർപ്പ് കഴിഞ്ഞു. അപ്പോൾ അഭിമാനിക്കാം നമുക്ക്. നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ മുസ്ലിം ലീഗ് അന്ന് ഏറ്റെടുത്തു. ഞങ്ങൾ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ 105 വീട്, അതും 1100 ചില്ല സ്ക്വയർ ഫീറ്റിന്റെ കേട്ടോ. ഓരോ വീടും നല്ല കട്ടുറപ്പിന് നല്ല സെറ്റപ്പിനാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സർക്കാരിന്റെ വീട് പണി ഞാൻ പോകുന്നുണ്ട്, അതും നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 വീട് വർക്കും കാണണം. 2 പാർട്ടി നടത്തിയ ഈ മനുഷ്യസ്നേഹികൾ, അതായത് 2 നമ്മുടെ കേരള സർക്കാരും നമ്മുടെ മുസ്ലിം ലീഗും ചെയ്ത വർക്കുകൾ കാണുക. ഇവരൊക്കെയാണ് നമ്മുടെ നാടിന് വേണ്ടത്. നമ്മുടെ നാട്ടില് ഒരു വിഷമം ഉണ്ടായപ്പോൾ നമ്മുടെ അതിൽപ്പെട്ട ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിച്ച നമ്മുടെ മുസ്ലിം ലീഗിനും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനൊക്കെ നമ്മൾ നന്ദി തന്നെ അറിയിക്കണം. ഇവിടെ ആര് വിജയിച്ചു എന്നല്ല, നമ്മുടെ നാട്ടിൽ വിഷമം ഉണ്ടാകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്ന പാർട്ടിക്കാരാണ് നമ്മുടെ നാടിന്റെ ആവശ്യം. ഇനി നമ്മുടെ കോൺഗ്രസ് വീട് നിർമ്മിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, അവരും തന്നെ പെട്ടെന്ന് തുടങ്ങട്ടെ. നമ്മുടെ സേവാഭാരതി ഇതിന് കുറച്ച് അപ്പുറത്ത് തുടങ്ങിക്കണമെന്ന് പറയുന്നത് ഇതുവരെ അവിടെ പോയിട്ട് കാണാൻ പറ്റിയില്ല. ഇനി ഒരു യാത്ര അവിടേക്കും പോകണം. നമ്മുടെ സേവാഭാരതി ആയാലും മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും നമ്മുടെ നാട്ടിലൊരു വിഷമം ഉണ്ടാകുമ്പോൾ പാവപ്പെട്ടവരെ വിഷമിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് തണലൊരുക്കാൻ അവരിറങ്ങുമ്പോൾ അതിലൊരുപാട് അഭിമാനമാണ്. നല്ല കട്ടുറപ്പിൽ സൂപ്പർ വീടുള്ള ഓരോ വീടുണ്ട്. 1100 ചില്ല സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഞങ്ങൾ നിർമ്മിച്ച വീടിന്റെ അവിടെ വന്നതേന്ന്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ ഫർണിച്ചറുകൾ വരുന്നുണ്ട്. നമ്മുടെ സോഡിയാസ് എന്ന കമ്പനി കോഴിക്കോടും ദുബായിലൊക്കെ ഉള്ള ഒരുപാട് നന്മ ചെയ്യുന്ന കമ്പനിയാണ് ഞങ്ങൾക്കിന്ന് ആ 100 കട്ടിലും ബെഡും തരുന്നത്. അപ്പോൾ അവരെ സാധനത്തിന് കാത്തിക്കാണ്. അപ്പോഴാണ് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് മുസ്ലിം ലീഗിന്റെ ഈ വർക്ക് നടക്കുന്നത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാച്ചിട്ടായിരുന്നു. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സർക്കാരിന്റെ വീട് നിർമ്മാണം കാണിച്ചെന്നപ്പോൾ പറഞ്ഞത് നമ്മുടെ മുസ്ലിം ലീഗിന്റെ വീട് വർക്കും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ. എന്തായാലും നമുക്ക് അഭിമാനിക്കാം. നാട്ടിലൊരു വിഷമം ഉണ്ടായപ്പോൾ ചേർത്ത് പിടിക്കാൻ ഇവരെല്ലാവരും, നമ്മുടെ മുസ്ലിം ലീഗ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരാവട്ടെ, രാഷ്ട്രീയപരമായിട്ടൊക്കെ കണ്ടുകൊണ്ട് അഭിപ്രായ വ്യത്യാസം പറയെങ്കിലും ഈ മനുഷ്യത്തെ നമുക്ക് മറക്കാൻ കഴിയില്ല. ഇത്തിരി നേരം വൈകിയാലും ഇതൊക്കെ നല്ല കട്ടുറപ്പോടെ തന്നെ സൗകര്യം ചെയ്യുന്നത്. ഏതായാലും ആ കുടുംബങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. ബാക്കിയുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു മാർഗം ഒരുക്കി കൊടുക്കുകയാണ്. 8 സെന്റ് സ്ഥലവും 1100 സ്ക്വയർ ഫീറ്റ് വീടുമാണ് നമ്മുടെ മുസ്ലിം ലീഗ് കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് തൃക്കൈപ്പറ്റ വലിയ റോഡ് വർക്ക് തന്നെയാണ്. ആ ബസ് വീണണ്ട വലിയ റോഡ് വർക്ക് തന്നെയാണ് ഈ സ്ഥല സൗകര്യം ഉള്ളത്. അറുപത്തെട്ട് വീടിന്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഭാഗം എങ്ങനെയുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്, നല്ല കെട്ടുറപ്പുള്ള അല്ലേ? എല്ലാ വെട്ടെല്ലോണ്ട് എങ്ങനെയുണ്ട് മുജീബേ അല്ലേ? സൂപ്പറാണ്, മാഷാ അല്ലാഹ്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ ഒരുപാട് ആളുകൾ സഹായം ചെയ്തു. അവർക്ക് അതിന്റെ പ്രതിഫലം കുറച്ചും കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. കാരണം ഒരു പാർട്ടി ആകുമ്പോൾ ആ പാർട്ടിയുള്ള അണികളും എല്ലാവരും ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ പാർട്ടിയുടെ വിജയം. അതൊരു സത്യമാണ്. അതിന് ബഹുമാനപ്പെട്ട നമ്മുടെ പാണക്കാട് സാദിഖലി ശാബദങ്ങളും നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ അതിനിറങ്ങി അത് വിജയിപ്പിച്ചു. ഇതാണ് ആദ്യം ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ തറക്കല്ലിട്ട വീട്. ഇതിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല, ഇതിന് കാശ് ചെലവാകുക. കാരണം ഇത് കെട്ടണം, ഓരോ സ്ഥലത്തും 2 ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് കെട്ടിക്കൊണ്ട്.
അങ്ങനത്തെ വർക്ക് തന്നെയാണ്. കാരണം ആ കരിങ്കലോട് കെട്ടിയാണ്. ഇതിപ്പോ 8 സെന്റ് സ്ഥലമാണ് ഒന്ന്. ഇതൊരു കുടുംബത്തിനാ, ഇതൊരു വീടാ. പൊടി ഭയങ്കര ഉണ്ട്. നല്ല ഹാർഡ് വർക്ക് തന്നെയാണ്. നല്ല ഉഷാറായിട്ടുള്ള വർക്ക് തന്നെയാണ്. ഇനി ഞാൻ നേരെ ഇൻഷാ അല്ലാഹ് പോണത് നമ്മുടെ സർക്കാരിന്റെ വീട് നിർമ്മാണമാണ്. അതും ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ഇരു കൂട്ടരും നാടിനു വേണ്ടിയിട്ട് സഹകരിച്ചു. നമ്മുടെ സേവാഭാരതിയും കോൺഗ്രസും സേവാഭാരതിന്റെ 5 ഏക്കറിൽ വീട് വെക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷെ ഓരോ സ്ഥലം എവിടെയെന്നുള്ളത് അന്വേഷിച്ചില്ല. ഞാൻ അതും അറിയിക്കാം, അതും കാണണം. നമ്മള് സത്യം പറഞ്ഞ കേരളത്തില് ഞാൻ പല ഭാഗത്തും ചെല്ലുമ്പോഴും ഇപ്പൊ തൃശ്ശൂരൊക്കെ സേവാഭാരതി കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ കൊളത്തൂര് ഞങ്ങളൊരു വീട്, സ്കൂൾ കുട്ടീന്റെ വീട് പൊളിഞ്ഞാടിയിട്ട് എന്റെ അച്ഛനൊക്കെ സുഖമില്ലാതായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തപ്പോ നമ്മുടെ സേവാഭാരതിയാണ് അതിന്റെ തേപ്പ് ഫുള്ള് ഏറ്റെടുത്തത്. അപ്പൊ മെയിൻ റോഡാട്ടത്, മുട്ടില് മേപ്പാടി റോഡാണത്. ഇതിന്റെ കുറച്ച് അപ്പുറത്താണ് ഞങ്ങള് വീട് വെക്കുന്നത്. ഇതണ്ട ഈ റോഡ് ഏകദേശം 18 അടി 7 മീറ്ററാണ് ഇതിനെ നടുക്കൂടി റോഡ് ഇടുന്നത്. പിന്നെ കട്ടുറപ്പിൽ ഒരു നിലക്കും ഒരു അപകടം പറ്റരുത്. ഇനിയുള്ള കാലം പോലെ സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള ഇതാണ് ഇതിന്റെ ഈ വരുന്ന വീടിന്റെ കാര്യങ്ങളാണ് ഇവിടെ പുറത്ത് കാണിച്ചിട്ടുള്ളത്. കണ്ട ആ ഭാഗത്തേക്ക് ഇത്ര വീട്, ഈ മുന്നിക്ക് ഇത്ര വീട്, സൈഡിക്ക് ഇത്ര വീട്. കണ്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള സംസ്ഥാന കമ്മിറ്റി മുണ്ടക്കൈ ചുരൽമല പുനരധിവാസ പദ്ധതി പ്രൊജക്ട് സൈറ്റ്. പക്ഷെ ഇവര് അപ്പുറത്തുള്ള സ്ഥലമുണ്ട്, അതിലാണ് 26 വീടുള്ളത്. അങ്ങനെ 105 വീടാണ് നമ്മുടെ മുസ്ലിം ലീഗ് നിർമ്മിക്കുന്നത്. അപ്പൊ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ കേരളത്തില് നമ്മുടെ വയനാട്ടിലൊരു ദുരന്തം ഉണ്ടായപ്പോ നമ്മുടെ മുസ്ലിം ലീഗ് അന്ന് പറഞ്ഞതാണ് 105 വീട് ഞങ്ങൾ നിർമ്മിക്കുക. സ്വന്തമല്ല, അവര് ഒരുപാട് വണ്ടികൾ, അതായത് അതിൽ അപകടത്തിൽപ്പെട്ടിട്ട് വണ്ടിയൊക്കെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വണ്ടി കൊടുത്തു, കടട്ട് കൊടുത്തു. അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ മുസ്ലിം ലീഗ് ചെയ്തു. ഇപ്പൊ വീടെന്ന ആ വാക്കുകൾ പാലിച്ചു. അഭിമാനിക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ വിട്ടുതരാം. 2 വീഡിയോ കാണാൻ. നമ്മള് നല്ലത് ചെയ്യുമ്പോൾ നല്ല പിന്തുണ കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നാടിന് വേണ്ടി സഹായിച്ച് നാടിന്റെ ബുദ്ധിമുട്ടാലി വിഷമം വരുമ്പോൾ അവർക്ക് ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് കാണിച്ച നമ്മുടെ മുസ്ലിം ലീഗിന് തിരിച്ചറിവുണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ എനിക്കൊരു രാഷ്ട്രീയമില്ല. ഇതിനെ സംബന്ധിച്ച് ഇടതുപക്ഷവും BJPയും ലീഗും കോൺഗ്രസും മറ്റുള്ള പാർട്ടിയിലുള്ള ആളുകളൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. നല്ല കാര്യം ചെയ്യുന്നവരൊക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ അവരെ കൂടെ ഒക്കെ അവർ പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് തരുന്ന എല്ലാവരോടും ഞാൻ കൂടുതലുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പിന്തുണ ഉണ്ടാവില്ല. എൻ്റെ ജീവിതം മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടുള്ള യാത്ര. അന്ന് എന്നാണ് അള്ളാഹ് മരിപ്പിക്കുന്നത് അന്ന് പോലും പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പക്ഷെ അള്ളാഹ് എല്ലാവർക്കും നല്ലത് മാത്രമേ. അയ്യോ